യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം. ജോർദാൻ കടക്കുന്നു. യോശുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേൽക്കാരോടും കൂടെ ഷിമീത്തിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്ക് അരികെ എത്തി. മറുകര കടക്കുവാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. 3-ാം ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനങ്ങളോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പീഠം വഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവേൻ. ഈ വഴിയിലൂടെ അതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പീഠത്തിനും ഇടയ്ക്ക് 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനെ സമീപിക്കരുത്. യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും വാഗ്ദാന പേടകമെടുത്ത് ജനത്തിനു മുമ്പേ നടക്കുവിൻ എന്ന് അവർ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ ഇപ്രകാരം ചെയ്തു. കർത്താവ് യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിങ്ങളോട് കൂടെയുമുണ്ട് എന്ന് അവർ അറിയുന്നതിന് ഇന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ഉന്നതനാകാൻ പോകുന്നു. ജോർദാൻ്റെ വെള്ളത്തിനരികെ എത്തുമ്പോൾ അവിടെ നിശ്ചലമായി നിൽക്കണമെന്ന് വാഗ്ദാനപീഠം വഹിക്കുന്ന പുരോഹിതന്മാർക്ക് നീ കൽപ്പിക്കണം. യോശുവ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. അവ തുടർന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കനാന്യർ, ഹിത്യർ, ഹിവിയർ, പെരീസിയർ, ഗീർഗാഷ്യർ, അമോര്യർ, ജിബൂസി എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പീഠം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ 1 വീതം 12 പേരെ തിരഞ്ഞെടുക്കുവിൻ. ഭൂമി മുഴുവൻ നാഥനായ കർത്താവിൻ്റെ പീഠം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന് ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം പുറകോട്ട് ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പീഠം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ ജനം ജോർദാൻ നദി കടക്കുന്നത് കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പീഠം വഹിച്ചിരുന്നവർ ജോർദാൻ്റെ നദീതീരത്തെത്തി. പീഠം വഹിച്ചിരുന്ന പുരോഹിതൻ്റെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാരൻ മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുക പതിവാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സമാധാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബോ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയുടെ നേരെ മറുകര കടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പീഠം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവ്വരും ജോർദാൻ കിടക്കുന്നവരെ അവർ അവിടെ നിന്നു. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.